മോഡൻ പൂജാരി അപ്പി ഒന്റെ ദൈവം ഒരിറ്റ് കള്ളു മോന്താണ്ട് ഒരു കഷ്ണം ഇറച്ചി തിന്നാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോ മൂക്കറ്റ മോന്തി കിടക്കണ കണ്ടില്ലേ? എണീക്കട. ഏത് കാലമാടനാണ് പാതിരാത്രിക്ക് എന്റെ കുട്ടിക്ക് തൊഴിച്ച്? ഇത് കാലമാടനല്ല, ചൊടലമാടനാ, ചൊടലമാടൻ. പൊന്നു മാടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എന്നെപ്പോലുള്ള ദൈവങ്ങളൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. എല്ലാവർക്കും നല്ല വൃത്തിയും വെടിപ്പുള്ള ഊലിട്ട ദൈവങ്ങളെ മതി. നീയൊക്കെ കാലഹരണപ്പെട്ട ദൈവങ്ങളാണ് മാടാ, കാലഹരണപ്പെട്ട ദൈവങ്ങൾ. അപ്പി ഓർത്തോക്കടാ, ആ പഴയ കാലം. നിനക്ക് സങ്കടം പറയാനും സന്തോഷം പറയാനും ഞാൻ മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദൈവത്തിന്റെ ജാട എന്നെങ്കിലും ഞാൻ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടോ? മാടാ മാടാ, കാത്തോളാന്ന് പറഞ്ഞതല്ലേ നീയെ? മോന്റെ മേലാകെ പൊള്ളി പൊന്തിയപ്പോ കൊണ്ടുവന്നല്ലേ നിന്റെ മുന്നില് ആവശ്യമുള്ള ഇറച്ചിയും കള്ളും ഒക്കെ കാണിക്ക വെച്ചോളല്ലേ ഞാന്. എന്നിട്ടും നീ കാത്തില്ലല്ലോടാ. ചത്ത് മലച്ചെന്റെ കുട്ടി. എനിക്ക് വേണ്ടത് ഇറച്ചിയല്ലേ? എന്നാ കൊണ്ടുപോയി തിന്നടാ പട്ടി. മാട നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? ആരെയും എന്തേലും പറഞ്ഞു എന്ന് വെച്ചിട്ട് നീ ഞങ്ങളുടെ ദൈവല്ലടാ. ഇതൊരു ഫുള്ള് പൈൻ്റ് ഉണ്ട്, മൊത്തം നീ അടിച്ചോ. ഞാൻ സ്വല്പം ബീഫ് വാങ്ങിട്ട് വരാം. പിന്നെ നിന്നെ കുടിയിരുത്തണ കാര്യം, അതിനായി ഞാനും അപ്പിയും ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നീ കണ്ടോ? നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. കൊടകര പഞ്ചായത്തിൽ മാടൻ തിറയ്ക്ക് സമീപം കുരിശ് കണ്ടെത്തിയ സംഭവം വിവാദം കനക്കുന്നു. തങ്ങൾ കാലങ്ങളെ ആരാധിക്കുന്ന മാടൻ്റെ തിറയാണതെന്ന് ഒരു വിഭാഗം അവകാശപ്പെടുമ്പോൾ കുരിശ് സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടതാണെന്ന് മറ്റൊരു വിഭാഗം അവകാശപ്പെടുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. നിന്റെയൊക്കെ കുരിശ് കച്ചവടമായിട്ട് ഇവിടെ വന്നാലുണ്ടല്ലോ, വേണ്ട. ഇതേ നമ്മള് കാലങ്ങളായി ആരാധിക്കുന്ന മാടൻ്റെ തിറയാ. ഇവിടെ നിന്റെ കച്ചവടമായിട്ട് വന്ന കെട്ടിക്കും. നിങ്ങളെ വേണേൽ ഈ രാജ്യത്ത് നിന്ന് തന്നെ. അത് പറയാൻ ഈ രാജ്യം നിന്റെ തന്തയുടെ വകയാണോടാ പട്ടി. അടുത്തുവാടാ, ധൈര്യമുള്ളവന്മാരുടെ വാടാ. ഇവിടെ വേണേ ഞാൻ അമ്പലം ഉണ്ടാക്കും, പ്രതിഷ്ഠയും നടത്തും. ചോദിക്കാനുള്ള ഒരു വാടാ. പൊന്ന് ചങ്ങാതി, നിങ്ങളിങ്ങനെ അടി ഉണ്ടാക്കല്ലേ. ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ എങ്ങനെ അടി ഉണ്ടാക്കല്ലേ. ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാനാണല്ലോ നമ്മൾ ഇവിടെ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത്. അപ്പം സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരം ഒരു ഭാഗത്ത് മാടൻ അമ്പലം, മറ്റേ ഭാഗത്ത് ഒരു കുരിശുപള്ളി. എല്ലാവർക്കും സമ്മതല്ലേ? കൊള്ളാലോടെ സെറ്റപ്പ്. പുതിയ അമ്പലം, പ്രതിഷ്ഠ, കളറായിട്ടുണ്ട്. നീ ഞങ്ങളൊക്കെ മറക്കോടാ. നീ ഇന്നെ മറന്നാലും പൂജാരിയായിട്ട് അപ്പീനെ മറക്കരുത് കേട്ടോ. ശർക്കരന്റെ നെയ്യിന്റെ ഉളുക്ക് മണം. അപ്പീ നീ എവിടെയാ? എനിക്കിടം അടുത്തു. ശർക്കര, നെയ്യ്, എനിക്കിടം അടുത്തു. എന്നെ രക്ഷിക്ക്. പാടാ, ഞാൻ നിന്നെ പൂജിക്കാൻ വന്നതാടാ. മേത്ത് ആ നൂലില്ലാന്ന് പറഞ്ഞ് ഓലെന്നെ തല്ലിച്ചാലിലിട്ട് മേലാകെ നുറുങ്ങണ വേദന. അടാ, നീ ഓലോളുടെ വരേണ്യ ദൈവങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോയല്ലോ.
നമസ്കാരം. ശ്രീ ജയമോഹന്റെ മാടൻ മോക്ഷം എന്ന കൃതിയുടെ സ്വതന്ത്ര രംഗാവിഷ്കാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.